This call is now being recorded. Good morning to all. Last class, we're discussing about the different powers and functions of the president. പ്രസിഡന്റിന്റെ പവേഴ്സും ഫങ്ഷൻസും ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നുണ്ടായത്. അപ്പോൾ അതിൽ കുറേ അല്ലേ, എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ട്, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ട്, ഇപ്പോൾ ഡിപ്ലോമാറ്റിക് പവേഴ്സ് ഉണ്ട്, മിലിറ്ററി പവേഴ്സ്. അപ്പോൾ ഈ പവേഴ്സൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കി. ലാസ്റ്റ് സ്ലൈഡിലായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ എമർജൻസി പവേഴ്സ് ഉണ്ടല്ലേ. So in addition to the powers already discussed, like in financial, judicial, legislative, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അല്ലേ, പിന്നെ ഡിപ്ലോമാറ്റിക്. അപ്പോൾ ഈ പവേഴ്സ് കൂടാണ്ട് ഈ then military power is there. ഇത് കൂടാണ്ട് there are emergency power for the President of India. So in addition to the normal powers mentioned above, the Constitution grants extraordinary power on the President to deal with the following three types of emergencies, like national emergency, President's rule, financial emergency. അല്ലെങ്കിൽ രീതിയിലുള്ള നാഷണൽ എമർജൻസി വന്നാലോ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എമർജൻസി വന്നാലോ, അല്ലെങ്കിൽ പ്രസിഡൻസ് റൂൾസ് വന്നാൽ, അല്ലെങ്കിൽ അപ്പോൾ ഇതുപോലത്തുള്ള എമർജൻസി വരുന്ന സിറ്റുവേഷനിൽ കംപ്ലീറ്റ് പവറും പ്രസിഡന്റിനാണ്. അല്ലെങ്കിൽ അന്നേരമുള്ള പവർ എടുക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു വീറ്റോ പവർ പ്രസിഡന്റിനുണ്ട്. ദാറ്റ് ഈസ് എമർജൻസി പവേഴ്സ്. അപ്പോൾ അത് അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രം വരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വൺ ഈസ് ദ വൈസ് പ്രസിഡന്റ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുന്ന വെച്ചാൽ എക്സിക്യൂട്ടീവ്, യൂണിയൻ എക്സിക്യൂട്ടീവ്സ് ആരൊക്കെയാണ്. സോ അണ്ടർ യൂണിയൻ എക്സിക്യൂട്ടീവ് വരുന്ന മെയിൻ മെമ്പേഴ്സ് ആണ് ദ പ്രസിഡന്റ്, ദ വൈസ് പ്രസിഡന്റ്, ദ പ്രൈം മിനിസ്റ്റർ, ദ യൂണിയൻ മിനിസ്റ്റേഴ്സ്, ദ അറ്റോർണി ജനറൽ തുടങ്ങിയ ആൾക്കാരാണ് യൂണിയൻ എക്സിക്യൂട്ടീവിൽ ഇരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്ന യൂണിയൻ എക്സിക്യൂട്ടീവ് ആണ്. സോ ഈച്ച് മെമ്പേഴ്സ് ഇൻ ദ യൂണിയൻ എക്സിക്യൂട്ടീവ്, ലൈക്ക് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്. സോ what are the method of electing these members? So what is the term of the office? So what is the tenure or term of their office? Then regarding their oath, then emoluments like salary and all, and then also we are discussing about the power and the functions of the particular individual officers. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഓരോരോ പൊസിഷനും അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് ദ വൈസ് പ്രസിഡന്റ്. ഓക്കെ, ദ വൈസ് പ്രസിഡന്റ് ഓക്യുപ്പൈസ് എ സെക്കൻഡ് ഹയസ്റ്റ് ഓഫീസ് ഇൻ ദ കൺട്രി. ഓക്കെ അല്ലേ, അത് അറിയാവുന്നതാണ്. പ്രസിഡന്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്കൻഡ് ഹയസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്, ഇന്ത്യയിൽ അല്ലേ. ഈസ് അക്കോർഡഡ് എ റാങ്ക് നെക്സ്റ്റ് ടു ദി പ്രസിഡന്റ്. ദിസ് ഓഫീസ് ഈസ് മോഡൽഡ് ഓൺ, ഓക്കെ, അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ ഒരു മോഡലിലാണ് ഓഫീസ് സിസ്റ്റം നടക്കുന്നത്. വാട്ട് ആർ ദി ക്വാളിഫിക്കേഷൻ ഓഫ് ദി ഫോർ ടു ബി എലക്റ്റഡ് ആസ് എ വൈസ് പ്രസിഡന്റ് ഓർ ഫോർ ടു ബി നോമിനേറ്റഡ് ആസ് എ വൈസ് പ്രസിഡന്റ്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ഇത് എന്താണ് ക്വാളിഫിക്കേഷൻസ് എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്, എങ്ങനെയാണ് എലക്ഷൻ നടത്തുന്നത് നോക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ. പിന്നെ അതിൻ്റെ പവറും ഫങ്ഷൻസും ഓരോ ഓഫീസിൻ്റെ അല്ലേ. പിന്നെ ഓത്ത് ഉണ്ടെങ്കിൽ ആ ഓത്തിനെ കുറിച്ചിട്ടും പറയും. അതുപോലെ സാലറി എമോൾമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും പറയും. ഇത്രയും കാര്യങ്ങളാണ് ഓരോ പൊസിഷനെ കുറിച്ച് നോക്കുന്നത്. സോ അണ്ടർ ക്വാളിഫിക്കേഷൻ ടു ബി എലിജിബിൾ ഫോർ എലക്ഷൻ ആസ് വൈസ് പ്രസിഡന്റ് എ പേഴ്സൺ ഷുഡ് ഫുൾഫിൽ ദ ഫോളോയിങ് ക്വാളിഫിക്കേഷൻസ്. ഇപ്പോൾ ഏതൊരാൾക്കും വൈസ് പ്രസിഡന്റ് ആവാം, പക്ഷേ below qualifications fulfill ചെയ്യണം. So what are the qualifications? He should be a citizen of India. Then he should have completed 35 years of age, same as that of president. He should be qualified for election as member of the Rajya Sabha. അപ്പോൾ ഇതിൽ മെമ്പർ ഓഫ് രാജ്യസഭയായിട്ടാണ് ഈ വ്യക്തി വരേണ്ടത്, അല്ലെങ്കിൽ രാജ്യസഭ മെമ്പറായ ഒരാൾക്കാണ് വൈസ് പ്രസിഡന്റ് ആവാനുള്ള യോഗ്യതയുള്ളത്. ഓക്കെ, then he should not hold any office of profit under the union government or any state government or any local authority or any other public authority. ഇത് സെയിം ആണ് നമ്മൾ പ്രസിഡന്റ് കേസിൽ നമ്മൾ നോക്കിയത് അല്ലേ. he should not hold any office of profit under the union or under the state government അല്ല, or any other local or public authority. അപ്പോൾ അതൊന്നും പാടില്ല. ആൻഡ് ഓൾസോ ഇൻ ദ കേസ് ഓഫ് നമ്മൾ ഇൻ ദ കേസ് ഓഫ് എ പ്രസിഡന്റ് എലക്ഷൻ അല്ലെങ്കിൽ നോമിനേഷൻ നമ്മൾ നോക്കി, ഓൾറെഡി സിറ്റിംഗ് പ്രസിഡന്റിന് വീണ്ടും പ്രസിഡന്റായിട്ട് നോമിനേറ്റ് ചെയ്യാം. ഓൾറെഡി സിറ്റിംഗ് പ്രൈം മിനിസ്റ്റർ
or governor of any state uh, uh, or minister in the union ആർക്ക് വേണമെങ്കിലും എന്താവാം പ്രസിഡന്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാം അല്ലെ. സിമിലർലി ഹിയർ ഓൾസോ എ സിറ്റിംഗ് പ്രസിഡന്റ് or vice president of the union, the governor of any state, and minister for the union or any state is not deemed to hold any office of profit and hence qualified for being a candidate for vice president. അപ്പോൾ അങ്ങനെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ പറഞ്ഞ പൊസിഷനിലുള്ള ആൾക്കാരൊക്കെ ഇതുപോലത്തെ ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ they all are eligible for nominating as the vice president of India. Further, the nomination of a candidate for election to the office of vice president must be subscribed by at least 20 electors as proposers and 20 electors as seconders. ഓൾറെഡി നമ്മളിത് നോക്കിയതാണ്. ഇൻ ദ കേസ് ഓഫ് എലക്ടിങ് എ പ്രസിഡന്റ് അവിടെ 50 electors and 50 സപ്പോർട്ടേഴ്സിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അല്ലേ. ബട്ട് ഹിയർ the requirement is 20 electors as proposers and 20 electors as supporters അല്ലെ. അപ്പോൾ ആദ്യം അത് പ്രപ്പോസ് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും അല്ലെ. നമുക്കറിയാം ആദ്യം ഒന്ന് പ്രപ്പോസ് ചെയ്യും, പിന്നെ അതിനെ ആ പ്രപ്പോസ് ചെയ്തതിനെ നമ്മൾ അതിനെ പിന്താങ്ങുന്ന കുറച്ച് ആൾക്കാർ വരും അല്ലെ. അപ്പോൾ അതിനെയാണ് ഈ പറയുന്ന പ്രപ്പോസേഴ്സും അതുപോലെ സെക്കൻഡേഴ്സും ഓൾറെഡി പ്രസിഡന്റിന്റെ അതിൽ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, every candidate has to make the security deposit of rupees 15,000. So every candidate has to make a security deposit of rupees 15,000 in the Reserve Bank of India. ഓക്കെ, അപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ ഫർദർ ഈ നോമിനേഷൻ കൊടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി സബ്സ്ക്രൈബ് ബൈ അറ്റ്ലീസ്റ്റ് 20 electors as proposers and 20 electors as seconders. Then every candidate has to make a security deposit of rupees 15,000 in the Reserve Bank of India. അത് സെയിം ആണ് ഫോർ ദ കേസ് ഓഫ് പ്രസിഡന്റ് ഓൾസോ ഇതേ പ്രൊസീജിയർ തന്നെയാണ്. പക്ഷെ അവിടെ 50 ആയിരുന്നു സപ്പോർട്ടേഴ്സ് വേണ്ടത് അല്ലേ. Then coming to the election of the vice president, the vice president is elected by the method of indirect elections. Indirect voting system ആണ്, സിമിലർ ടു ദി election of the president. ആ ഒരു സിമിലർ പാറ്റേൺ തന്നെയാണ് എവിടെയും ഇലക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. He is elected by the member of an electoral college consisting of the members of both houses of parliament. അപ്പോൾ ആരൊക്കെയാണ് ഏതൊക്കെ മെമ്പേഴ്സിനാണ് ഈ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് അവകാശമുള്ളത്? Actually, he is elected by the members of an electoral college consisting of the members of both houses of parliament. Both houses of രാജ്യസഭയും ലോകസഭയിലുള്ള മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ഇലക്ടോറൽ കോളേജിലെ മെമ്പേഴ്സിനാണ് ഇതിലേക്കുള്ള വോട്ടവകാശമുള്ളത് അല്ലേ. This electoral college is different from the electoral college for the election of the president in the following two respects. So there is a difference in the electoral college of the president's election and the vice president's election. So what is the difference? First one, it consists of both elected and nominated members of the parliament. ഓക്കെ, അതായത് ഈ പറയുന്ന പാർലമെന്റിലെ ഈ പറഞ്ഞ സഭകളിലെ എലക്റ്റഡ് മെമ്പേഴ്സ് മാത്രമേ ഈ പ്രസിഡന്റ് എലക്ഷന് അതിന് വേണ്ട ഈ എലക്റ്റഡ് മെമ്പേഴ്സിന് മാത്രമേ അതിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എലക്റ്റഡ് മെമ്പേഴ്സ് കൂടാണ്ട് നോമിനേറ്റഡ് മെമ്പേഴ്സിനെയും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് elected and nominated member of the parliament. But in the case of president, only elected members are included. Okay, that is one difference. Second one, it does not include the members of the state legislative assemblies. In the case of president, the elected members of the state legislative assemblies are included. അല്ലേ, പ്രസിഡന്റ് ഇലക്ഷൻ്റെ ഇതിൽ എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സിനെയും കൂടി അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നിയമസഭ മെമ്പേഴ്സിനെയും കൂടി MLA മാസിൻ്റെയും കൂടി വോട്ടവകാശം ഉണ്ടായിരുന്നു അല്ലേ, ഇൻ ദ കേസ് ഓഫ് എലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ്. ബട്ട് ഫോർ ദ എലക്ഷൻ ഓഫ് ദ വൈസ് പ്രസിഡന്റ്, ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ
ദി മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, MLA മാരെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് എ ബിഗ് ഡിഫറൻസ്. അപ്പോൾ അത്രയും വലിയ ഒരു വിഭാഗത്തിന് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും എലക്റ്റഡ് മെമ്പേഴ്സിന് മാത്രമേ, എലക്റ്റഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സിനെ മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിഫറൻസ് നോക്കിയാൽ ഒന്ന് MLA മാർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സെക്കൻഡ് വൺ, ഹിയർ ബോത്ത് എലക്റ്റഡ് ആൻഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇൻ ദ parliament is considered, but in the case of election of president, only elected members in the parliament are considered, plus the MLAs also. The vice president's elections, like that of the president's election, is held in accordance with the system of proportional representation by means of the single transferable vote, and voting is by secret ballot. So already what we discussed in president election, ഇവിടെ secret ballot voting തന്നെയാണ്. പക്ഷെ നമ്മൾ എന്ത് കൊടുക്കും, അതിൻ്റെ ഒരു ചോയ്സസ് നമുക്ക് കൊടുക്കാം അല്ലേ, ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ. സോ ദ സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് ദി സിംഗിൾ ട്രാൻസ്ഫറൽ വോട്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റം ഓഫ് വോട്ടിംഗ്, ഈ ഒരു സിസ്റ്റം ഓഫ് വോട്ടിംഗ്, ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വോട്ടിംഗ് സിസ്റ്റം വെച്ചിട്ടാണ് ഇവിടെയും ഈ വോട്ടിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റിയിലെ വോട്ട് ഷെയർസ് ആദ്യം കൗണ്ട് ചെയ്യും, ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത്. അപ്പോൾ അതിൽ നമുക്ക് വേണ്ട മിനിമം ഭൂരിപക്ഷം കിട്ടിയാൽ അവിടെ നമ്മൾ എലക്ട് ചെയ്യും അയാളെ. ഇല്ലെങ്കിലോ നമ്മളെ സെക്കൻഡ് പ്രയോറിറ്റി വോട്ടും കൂടെ കൗണ്ട് ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രൊപ്പോർഷണൽ വോട്ടിംഗ് ടെക്നിക്കാണ് നമ്മൾ ഇവരുടെ എലക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെല്ലാം സീക്രട്ട് ബാലറ്റ് വഴി തന്നെയാണ് വോട്ട് ചെയ്യുന്നത്. ഇനി as in the case of president election, if there is any doubts or any disputes came in between, it can be directly handled by the Supreme Court. Similarly, all doubts and disputes in connection with the election of the vice president are inquired into and decided by the Supreme Court, whose decision is final. ഇപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ സുപ്രീം കോർട്ട് തന്നെയാണ് ഫൈനൽ അത് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, next one is oath or affirmation, similar to the president of India after the election. സോ ഈ രീതിയിലാണ് എലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കി ഫസ്റ്റ് എന്താണ് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാന്ന് നോക്കി. സെക്കൻഡ് വൺ, വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ഫോർ the vice president. Next one, what is the procedure for the election of the vice president. Then after, if he is electing, what is the oath or affirmation he has to give. അതാണ് ഇവിടെ നോക്കുന്നത്. In the case of president, we have seen what is the oath or affirmation, which is administrated by, അന്നേരം പ്രസിഡന്റ് കേസിൽ it is administrated by the Supreme Court Chief Justice, or in his absence any judge, Supreme Court judge അല്ലെ, appointed by the Chief Justice. അപ്പോൾ ആ രീതിയിലാണ് പ്രസിഡന്റിന്റെ അഫർമേഷൻ ഓത്ത് നടക്കുന്നത്. Here we can see what is in the case of vice president. So before entering upon his office, the vice president has to make and subscribe to an oath. So in his oath, the vice president swears to bear true faith and allegiance to the Constitution of India. അപ്പോൾ ടു ബെയർ എന്തൊക്കെയാണ്? ട്രൂ ഫെയ്ത്ത് ആൻഡ് അലീജിയൻസ്. അപ്പോൾ വിശ്വാസവും കൂറും കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയോട് കാണിക്കും എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. ടു ബെയർ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലീജിയൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ടു ഫെയ്ത്ത്ഫുള്ളി ഡിസ്ചാർജ് ദ ഡ്യൂട്ടീസ് ഓഫ് ഹിസ് ഓഫീസ്. സത്യസന്ധമായിട്ട് ഓഫീസ് ഡ്യൂട്ടികൾ നിർവഹിക്കും എന്നതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഓത്താണ് അവിടെ വൈസ് പ്രസിഡന്റ് എടുക്കേണ്ടത് അല്ലേ. ദ ഓത്ത് ഓഫ് ദ ഓഫീസ് ടു ദ വൈസ് പ്രസിഡന്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ president or some person appointed by the president. So the oath should be administrated by the president or some person appointed by the president. So in the case of president, it is administrated by the SC ചീഫ് ജസ്റ്റിസ് അല്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, അല്ലെങ്കിൽ എനി പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ദ ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ അത് ജഡ്ജസ്, മെയിൻ ജഡ്ജ്, സോ സീനിയർ മോസ്റ്റ് ജഡ്ജ് അല്ലെ. ബട്ട് ഇൻ ദ കേസ് ഓഫ് എ വൈസ് പ്രസിഡന്റ്, ദ ഓത്ത് ഓഫ് ദ ഓഫീസ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ പ്രസിഡന്റ് ഓർ സം പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ദി പ്രസിഡന്റ്. Then comes the term of vice president's office. അപ്പോൾ എത്രയാണ് ഓഫീസിന്റെ ടേം എത്രയാണെന്നാണ് അടുത്ത വരുന്നത്. The vice president holds office for a term of 5 years. Likewise, president, here also the vice president's office term is, or tenure is for 5 years. That is from the date on which he enters upon his office. എപ്പോഴാണോ എൻ്റർ ചെയ്യുന്നത് ഓഫീസിൽ, അവിടെ നോക്കിയിട്ട് കൃത്യം 5 വർഷമാണ് വൈസ് പ്രസിഡന്റ് ഓഫീസിന്റെ ടേം. However, he can resign from his office at any time by addressing the resignation letter to the president. Okay, president resignation letter കൊടുത്തിട്ട് എപ്പോൾ വേണമെങ്കിലും റിസൈൻ ചെയ്യാം. In the case of a president, if he need to resign, he need to give the resignation letter to the vice president of India.
ഇപ്പോൾ വൈസ് പ്രസിഡന്റ് കേസിൽ റിസൈൻ ചെയ്യണമെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കേണ്ടത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ്. ഓക്കെ. He can also be removed from the office before completion of his term. ബട്ട് നമുക്കറിയാം പ്രസിഡന്റ് കേസിലും ബിഫോർ ദ കംപ്ലീഷൻ റിമൂവ് ചെയ്യാം. പക്ഷെ സ്പെഷ്യലായിട്ട് പ്രസിഡന്റ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ ഇംപീച്ച്മെന്റ് അല്ലെ, ഇംപീച്ച്മെന്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇംപീച്ച്മെന്റ് ഓഫ് ദി പ്രസിഡന്റ്. ബട്ട് ഹിയർ the vice president can also be removed from the office before completion of his term. എങ്ങനെയാണ്? He can be removed by a resolution of the Rajya Sabha passed by a special majority and agreed to by the Lok Sabha. അതായത് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി, അത് ഒരു ഭൂരിപക്ഷ അംഗീകാരമില്ല, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി അത് രാജ്യസഭയിലൂടെ പാസ്സാക്കിയിട്ട് അത് ലോകസഭയും കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ ദ വൈസ് പ്രസിഡന്റ് ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഹിസ് പൊസിഷൻ. പക്ഷേ it should be ഇത് 14 ദിവസം, അതായത് there should be a notice period for this, that is a 14 days advance notice period should be given for this. So such a resolution can be moved, no such resolution can be moved unless at least 14 days advance notice has been given. അപ്പോൾ 14 ദിവസത്തെ അഡ്വാൻസ് നോട്ടീസ് കൊടുത്തിരിക്കണം. Then the vice president can hold office beyond his term of 5 years until his successor assumes charge. ഇപ്പോൾ ഒരു വൈസ് പ്രസിഡന്റ് ഓൾറെഡി ഉണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ടേം കഴിഞ്ഞു അല്ലേ. പക്ഷെ അടുത്ത വൈസ് പ്രസിഡന്റ് ജോയിൻ ചെയ്യുന്നത് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക, ഐ ക്യാൻ ചാർജ് അസ്യൂം ചെയ്തിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഹി ഈസ് ഓൾസോ എലിജിബിൾ ഫോർ റീ എലക്ഷൻ ടു ദാറ്റ് ഓഫീസ്. ഹി മേ ബി എലക്റ്റഡ് ഫോർ എനി നമ്പർ ഓഫ് ടൈംസ്. സെയിം വൈസ് പ്രസിഡന്റിന് തന്നെ റീ എലക്ഷൻ എലിജിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എനി നമ്പർ ഓഫ് ടൈംസും എലക്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ എലിജിബിലിറ്റി പറയുന്നത്? നമ്മൾ ഓൾറെഡി നോക്കി രാജ്യസഭയിലെ ഒരു മെമ്പറാണ് ഇതിന് എലിജിബിൾ ആയിട്ട് വരുന്ന കാൻഡിഡേറ്റ്. അതുകൂടാണ്ട് എനി സിറ്റിംഗ് പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ് minister or union minister are qualified to the position of the vice president. He is not having any type of public or profitable office ഉണ്ടാവാൻ പാടില്ല അല്ലെ. അത് പബ്ലിക് ആവട്ടെ, ഗവൺമെന്റ് ആവട്ടെ, ദാറ്റ് ഇസ് സ്റ്റേറ്റ് ആവാം, സെൻട്രൽ ആവാം, അങ്ങനത്തെ ഒരു പബ്ലിക് ഓഫീസസും ഉണ്ടാവാൻ പാടില്ല, പ്രോഫിറ്റ് ചെയ്യുന്ന ഓഫീസസ് ഉണ്ടാവാൻ പാടില്ല. സോ ദാറ്റ് ഇസ് എ ക്രൈറ്റീരിയ. Then comes powers and functions of the president. So vice president. വൈസ് പ്രസിഡന്റിന്റെ പവർ അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. സോ ഐ തിങ്ക് ബിഫോർ ദാറ്റ് വേക്കൻസി ഇൻ ദ ഓഫീസ് എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇൻ കേസ് എങ്ങനെയാണ് ഒരു വൈസ് പ്രസിഡന്റ് ഓഫീസ് വേക്കൻസീസ് വരുന്നത്? നമുക്കറിയാം പ്രസിഡന്റ് ഇലക്ഷനും പ്രൈം മിനിസ്റ്റർ ഇലക്ഷനും ഒക്കെ നമുക്ക് നമുക്ക് കണ്ടിട്ടുണ്ട് ടി വിയിലൊക്കെ. പക്ഷേ ഈ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാറില്ല, അങ്ങനെ വരാറില്ല അല്ലെ. എലക്ട് ചെയ്തിട്ട് നമുക്ക് പത്രത്തിൽ അറിയുമ്പോഴാണ് അറിയില്ല വൈസ് പ്രസിഡന്റ് ഇന്ന വ്യക്തിയാണെന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് വേക്കൻ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ. സോ ഹൗ എ വേക്കൻസി ഇൻ വൈസ് പ്രസിഡൻസ് ഓഫീസ് ക്യാൻ ഒക്കർ? സോ ഇറ്റ് ക്യാൻ ബി ഒക്കേർഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. ദ എക്സ്പയറി ഓഫ് ഹിസ് ടെനർ ഓഫ് 5 years. 5 വർഷം കഴിഞ്ഞിട്ട് എക്സ്പയർ ആയിട്ട് പോയി. അപ്പോൾ ഇപ്പോൾ സെയിം ഗവൺമെന്റ് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക ഭരണത്തിൽ. അപ്പോൾ എന്തെങ്കിലും പുതിയൊരു ആളെ എലക്ട് ചെയ്യണം. അപ്പോൾ അതിന് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അന്നേരം ഒരു വേക്കൻസി വരാം അല്ലേ. സോ ദാറ്റ് ഈസ് എക്സ്പയറി ഓഫ് ഹിസ് ടെനർ ഓഫ് 5 years. Then by his resignation, if he is resigning in between his period of between the tenure of 5 years, so there can be അവിടെ ഒരു വേക്കൻസി വരാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ രാജ്യസഭയിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്തു, ലോക്സഭയുടെ അംഗീകാരത്തോടു കൂടി അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ റെസൊല്യൂഷൻ പാസ്സാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹി വിൽ ബി റിമൂവ്ഡ്. സോ ലൈക്വൈസ് വൺ വേക്കൻസി വിൽ കം ഇൻ ഹിസ് ഓഫീസ്, അതർവൈസ് ബൈ ഹിസ് ഡെത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഡിഫറെൻറ്റ് വേക്കൻസീസ് വരുന്നത്. Otherwise there is another chance he becomes disqualified to hold office or when his election is declared invalid. ഇപ്പോൾ ഡിക്ലെയർ ചെയ്ത ഇലക്ഷൻ പ്രസിഡന്റ് ആയി, പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഇൻവാലിഡ് ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അത് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു സ്പെഷ്യൽ കേസിലും അവിടെ ഒരു വേക്കൻസി വരാം, വൈസ് പ്രസിഡന്റ് വേക്കൻസി വരാം. സോ അപ്പോൾ ഈ കേസിലൊക്കെ എന്താണ്, ഇപ്പോൾ when the vacancy is due to the end of the term of the sitting vice president, election to fill the vacancy must be held before the end of the term. ഓക്കെ. ഇപ്പോൾ 5 വർഷമാണ് ദ പ്രസിഡന്റ് ഈ ഒരു ടെനർ എന്ന് പറയുന്നത് ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ് ടു 5 years. സോ ഒരു 4 വർഷം 10 മാസത്തിൽ ഈ വേക്കൻസി വരികയാണെങ്കിൽ പിന്നെ ഒരു 2 മാസം ഉണ്ടല്ലേ.
സോ ഈ വേക്കൻസി മസ്റ്റ് ബി ഫിൽഡ് ബിഫോർ ഈ ടെനർ എൻഡ് ചെയ്യുന്നതിന് മുമ്പേ ആ വേക്കൻസി ഫില്ല് ചെയ്യണം. So if the office falls vacant by resignation or removal or the death or otherwise of the vice president, then election to fill the vacancy should be held as soon as possible after the occurrence of the vacancy. ഇപ്പോൾ വേക്കൻസി ഏത് കാരണവശാലും ഉണ്ടായാലും ഇപ്പോൾ ഡെത്ത് ആവാം, ബൈ റെസിഗ്നേഷൻ ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെനർ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ റിസൈൻ ചെയ്തതാവാം, ഏതായാലും പെട്ടെന്ന് തന്നെ ഇലക്ഷൻ നടത്തിയിട്ട് ആ വേക്കൻസി ഫില്ല് ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ അതൊക്കെയാണ് വേക്കൻസി ക്രിയേറ്റ് ആവുന്നത് എങ്ങനെയും അതെങ്ങനെ ഫില്ല് ചെയ്യുന്നതും. നെക്സ്റ്റ് ഈസ് പവർ ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, സോ രണ്ട് മടങ്ങായിട്ടാണ് ഫങ്ഷൻസ് ഉള്ളത് വൈസ് പ്രസിഡന്റ്. ഫസ്റ്റ് വൺ, ഈ ആക്ട് ആസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. എന്താണ് എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറഞ്ഞാൽ? എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ ഓരോരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണല്ലോ വൈസ് പ്രസിഡന്റ്, ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ എന്താ പറയുക, ബൈ ലോ, അതായത് നിയമപരമായിട്ട് മറ്റൊരു സ്ഥാനത്തും സ്വാഭാവികമായിട്ടും അയാളെ തന്നെയാണ് ഏറ്റെടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു ചാർജാണ് ചെയർമാൻ ഓഫ് രാജ്യസഭ എന്നുള്ളത്. അതായത് ഡിഫോൾട്ടായിട്ട് വൈസ് പ്രസിഡന്റ് ചെയർമാൻ ഓഫ് രാജ്യസഭ ആയിരിക്കും. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ഈ ആക്ട് ആസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. He became the ex officio chairman of രാജ്യസഭ. രാജ്യസഭയിൽ ഒരു മെമ്പർ തന്നെയാണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു സ്ഥാനത്തുള്ള ആള് നിയമപരമായിട്ട് മറ്റൊരു സ്ഥാനത്തും കൂടി ഏറ്റെടുക്കേണ്ടി വരുന്ന, ഒരു സ്വാഭാവികമായിട്ട് ഏറ്റെടുക്കേണ്ടി വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നത്. സോ ഈ ആക്ട് ആസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. ഓക്കെ, ഇൻ ദിസ് കപ്പാസിറ്റീസ് പവർ ആൻഡ് ഫങ്ഷൻസ് ആർ സിമിലർ ടു ദോസ് ഓഫ് ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ. ഇപ്പോൾ ലോക്സഭ സ്പീക്കറിന്റെ പവർ എന്താണോ സിമിലർ പവേഴ്സ് തന്നെയാണ് ഇവിടെയും വൈസ് പ്രസിഡന്റ് വരിക ആസ് എ ചെയർമാൻ ഓഫ് രാജ്യസഭ. In this respect, he is similar to the American vice president who also acts as the chairman of the Senate, which is the upper house of the American legislature. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് ഓഫീസ് പ്രവർത്തിക്കുന്നത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഓഫീസ് ഫംഗ്ഷൻസുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. സോ ലൈക്ക്വൈസ് ഇൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് he becomes the chairman of the Senate of the upper house of the American legislature. Similarly here, the vice president will be an ex officio chairman of the Rajya Sabha. Okay. Second എന്താണ്, he acts as president when a vacancy occur in the office of the president due to his resignation, removal, death or otherwise. Okay, അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ പ്രസിഡന്റ് ഓഫീസിൽ വേക്കൻസി വരിക, അല്ലെങ്കിൽ പ്രസിഡന്റ് പോസ്റ്റ് വേക്കൻസി വരികയാണെങ്കിൽ, ആ സ്ഥാനത്ത് വേക്കൻസി വരികയാണെങ്കിൽ, ആ വേക്കൻസി വരണമെങ്കിൽ അങ്ങനെയൊക്കെ അവിടെ നമ്മൾ ജസ്റ്റ് അത് പറഞ്ഞിട്ടില്ല എങ്ങനെയാണ് പ്രസിഡന്റ് വേക്കൻസി വരുന്നത്. സെയിം ഇപ്പോൾ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെയാണ് അല്ലേ. ബൈ റെസിഗ്നേഷൻ വരാം, ബൈ ഇംപീച്ച്മെന്റ് റിമൂവൽ വരാം, ബൈ ഡെത്ത് വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ട് അല്ലെ എഗെയിൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് റിമൂവൽ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദ വൈസ് പ്രസിഡന്റ് വിൽ ആക്ട് ആസ് എ പ്രസിഡന്റ് അപ്പോൺ എ vacancy. So he can act as a president only for a maximum period of 6 months. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാസമാണ് മാക്സിമം പീരീഡ് ഒരു വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്ന കാലാവധി. സോ വിത്തിൻ വിച്ച് എ ന്യൂ പ്രസിഡന്റ് ഹാസ് ടു ബി എലക്റ്റഡ്. അപ്പോൾ ഈ ഒരു 6 മന്ത് കാലയളവിൽ പുതിയ പ്രസിഡന്റിനെ എലക്ട് ചെയ്തിട്ടുണ്ടാവണം. സോ അത് ആണ് ഈ രണ്ട് ടു ഫങ്ഷൻസ് ഓഫ് ദി വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഒന്ന് വെച്ചാൽ രാജ്യസഭയുടെ ചെയർമാൻ എന്നുള്ളതും, രണ്ടാമത്തത് പ്രസിഡന്റ് ഇല്ലാത്ത സമയത്ത്, അല്ല മീൻസ് ഈ രീതിയിൽ റിമൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അല്ല വേക്കൻസി വന്നു കഴിഞ്ഞാൽ 6 മന്ത്സ് കാലയളവിൽ പ്രസിഡന്റ് ആവാന്നുള്ളത്. ഓക്കെ, ഫർദർ വെൻ ദ സിറ്റിംഗ് പ്രസിഡന്റ് ഈസ് അൺആബിൾ ടു ഡിസ്ചാർജ് ഹിസ് ഫങ്ഷൻസ് ഡ്യൂ ടു ആബ്സെൻസ്, ഇൽനെസ് ഓർ എനി അതർ കോസ്, ദ വൈസ് പ്രസിഡന്റ് ഡിസ്ചാർജ് ഹിസ് ഫങ്ഷൻ വിച്ച് അൺടിൽ ദ പ്രസിഡന്റ് റെസ്യൂംസ് ഹിസ് ഓഫീസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ പൊസിഷൻസ് നമുക്ക് അറിയാം, ഇത് ഈ ഭരണഘടന ഈ ഒരു പൊസിഷനിൽ നിന്ന് നമുക്ക് ലീവ് എടുക്കാം. അസുഖമായി കഴിഞ്ഞാൽ നമുക്ക് ലീവ് എടുക്കാറുണ്ട് അല്ലെ, തൽക്കാലത്തേക്ക് ഇൽനെസ് ആയ ലീവ് എടുക്കലുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആബ്സെൻസ് വന്നു, ചിലപ്പോൾ ഏതെങ്കിലും ഫോറിൻ രാജ്യത്ത് പോയി എന്തെങ്കിലും ട്രീറ്റ്മെന്റിന് ഇപ്പോൾ ആബ്സെൻസ് വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെസ്റ്റ് ആയിരിക്കും എന്തെങ്കിലും ഭാഗമായിട്ട് ഇൽനെസ് ആയിട്ട്, അന്നേരം ചിലപ്പോൾ ഒരു 1 month ഒക്കെ റെസ്റ്റ് ആബ്സെൻസ് വരാം. സോ ഇൻ സച്ച് കേസ് ഓൾസോ സിറ്റിംഗ് the vice president can take the functions of the president until the president resumes his office. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ വൈസ് പ്രസിഡന്റിന് ഈ പ്രസിഡന്റ് ഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റും. while acting as president or discharging the function of the president, the vice president does not perform the duties of the office of the chairman of Rajya Sabha. Okay, അപ്പോൾ അങ്ങനെ ഒരു കാരണത്തിൽ if he is taking the charge of the president in any of such situations,
he does not perform he does not perform the duties of the office of the chairman of Rajya Sabha office chairman എന്നുള്ള പൊസിഷൻ അന്നേരം ഉണ്ടാവില്ല അല്ലെ. ഡ്യൂറിംഗ് ദിസ് പീരീഡ് ദോസ് ഡ്യൂട്ടീസ് ആർ പെർഫോംഡ് ബൈ ദ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ. ഓക്കെ, അതുപോലത്തെ സാഹചര്യങ്ങളിൽ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും, രാജ്യസഭേന്റെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കും ആ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, so next one is Prime Minister, the Prime Minister of India. Prime Ministerന്റെ സെയിം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബിഫോർ ദാറ്റ് one more thing is there. Yeah, that is regarding the salary or the emoluments. ആ ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് പറയാം. According to the constitution, actually the constitution has not fixed any emoluments for the vice president in that capacity. അത്രയാണ് ഇവരുടെ പേയ്മെന്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഫിക്സഡ് ഇതൊന്നുമില്ല. Actually he draws his regular salary in his capacity as the ex officio chairman of the രാജ്യസഭ. ex officio chairman of രാജ്യസഭ ആണ് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു പൊസിഷനാണ് അത്. വൈസ് പ്രസിഡന്റ് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ചെയർമാൻ ഓഫ് രാജ്യസഭ കൂടിയാണ്. അപ്പോൾ അതിന്റെ സാലറി ആണ് വരുന്നത്. The parliament has increased the salary of the chairman of Rajya Sabha and fixed it as 3.5 lakhs per annum. Sorry, 3.5 lakhs per month. അപ്പോൾ 3.5 ലക്ഷം ആണ് മന്ത്ലി സാലറി വരുന്നത്. In addition, he is entitled to daily allowance, then other allowances like free furnished residence, medical travel and other facilities ഒക്കെ ഉണ്ടാവും. During any period when vice president acts as president or discharge the function of the president, he is not entitled to salary or allowance payable to the chairman of Rajya Sabha, but the salary and allowance of the president. Okay, അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്ന സാലറി അലവൻസ് ഒക്കെയാണെന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി വൈസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഓട്ടോമാറ്റിക്കലി ഇതാ ചെയർമാൻ ഓഫ് രാജ്യസഭ. ചെയർമാൻ ഓഫ് രാജ്യസഭയ്ക്ക് കിട്ടേണ്ട ആ ഒരു സാലറി പുള്ളിക്ക്, അതായത് വൈസ് പ്രസിഡന്റിന് കിട്ടുന്നതായിരിക്കും. Actually, there is no such salary featured by the Constitution of India for the Vice President. So whenever he is holding the office of the President, he will get that automatically that duty of the chairman അത് automatically മാറി ലോക്സഭ സ്പീക്കറിലേക്കാണ് പോകുന്നത് അല്ലേ. So at that time he will be getting the salary with respect to the President. President തുല്യമായ സാലറി അന്നേരം കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ റിഗാർഡിംഗ് ദ എംപ്ലോയ്മെന്റ്സ് ആൻഡ് ഓൾ. So next one is Prime Minister. സോ നമുക്കറിയാം പ്രൈം മിനിസ്റ്ററിനാണ് മെയിൻ ആയിട്ടുള്ള പവർ ഉള്ളത് അല്ലേ. ഇവൻ തോ പ്രസിഡന്റ് ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആയിട്ട് വൈസ് പ്രസിഡന്റ് ഒക്കെയാണ് നമ്മുടെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ഒക്കെ ആണെങ്കിലും ദ ഫേസ് ഓഫ് അവർ കൺട്രി ഈസ് ദ പ്രൈം മിനിസ്റ്റർ. ഇപ്പൊ ഇന്ത്യയിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണല്ലോ, നമ്മുടെ ഒരു ഫേസ് പറയുന്നത് നമ്മൾ പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. ഓക്കെ, സോ ഇൻ അവർ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ദ പ്രസിഡന്റ് ഈസ് ദ നോമിനൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി ആൻഡ് പ്രൈം മിനിസ്റ്റർ ഈസ് ദ റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി. അപ്പോൾ നോമിനൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി ആണ് പ്രസിഡന്റ്, അതായത് ഡിജോർ എക്സിക്യൂട്ടീവ് എന്ന് പറയും. ഡിജോർ എക്സിക്യൂട്ടീവ് മീൻസ് അതായത് ബൈ ലോ ആരാണോ, നിയമപരമായ അവകാശം ആർക്കാണ് ഉള്ളത്, ദാറ്റ് ഈസ് ദ ഡിജോർ എക്സിക്യൂട്ടീവ്. സോ ഇൻ അവർ പാർലമെന്റ് സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ദ പ്രസിഡന്റ് ഈസ് ദ ഡിജോർ എക്സിക്യൂട്ടീവ് ഓർ ദ നോമിനൽ എക്സിക്യൂട്ടീവ്, ബട്ട് ദ പ്രൈം മിനിസ്റ്റർ ഈസ് ദ റിയൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി ഓർ ഡി ഫാക്ടോ എക്സിക്യൂട്ടീവ്. അപ്പോൾ എന്താ വെച്ചാൽ യഥാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ ഒരു പരമാർത്ഥത്തിൽ ഇതിന്റെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അതോറിറ്റി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. നിയമപരമായിട്ട് പ്രസിഡന്റ് ആണെങ്കിലും അത് ആക്ച്വലി അത് കാര്യമായി അത് ചെയ്യുമ്പോൾ അതിന്റെ യഥാർത്ഥത്തിലുള്ള എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. ഓക്കെ, ആ പോയിന്റ് ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോയിന്റ്മെന്റ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. സോ ഹൗ പ്രൈം മിനിസ്റ്റർ ഈസ് അപ്പോയിന്റഡ്. So according to Article 75 says that the Prime Minister shall be appointed by the President. അപ്പോൾ പ്രസിഡന്റ് ആണ് പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. The president has to appoint the leader of the majority party in Lok Sabha as the prime minister. നമുക്കറിയാം ഓൾറെഡി ഇപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ തന്നെ there will be a prime minister candidate for all the major parties. ചിലപ്പോൾ അല്ലെ മിക്കവാറും ഉണ്ടാവും, അല്ലെങ്കിൽ there will be a leader of the അല്ലെ ഒരു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ അതിന്റെ നയിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും, ദ ലീഡർ, ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ മുമ്പിൽ ഒരാളുണ്ടാവും, ശരിയല്ലേ. അപ്പോൾ അയാൾ തന്നെ ആയിരിക്കും പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരിക, ചിലപ്പോൾ അത് മാറ്റവും വരാം ഇലക്ഷൻ കഴിയുമ്പോൾ. So here the president has to appoint the leader of the majority party in Lok Sabha as the prime minister. ഇപ്പോൾ ലോക്സഭയിലുള്ള മെജോറിറ്റി പാർട്ടിന്റെ ലീഡറിനെയാണ്
അപ്പോയിന്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആയിട്ട്, ആൻഡ് ദാറ്റ് ഈസ് ഡൺ ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ബട്ട് വെൻ no party has a clear majority in the Lok Sabha, then the president may exercise his personal discretion in the selection and appointment of the prime minister. അങ്ങനെ ഒരു പാർട്ടിക്ക് പ്രത്യേക ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അവർ സ്വാഭാവികമായിട്ട് അവരെന്താ ഘടകകക്ഷികളുമായിട്ട് കൂട്ടുചേർന്നൊരു ഭൂരിപക്ഷം സ്ഥാപിക്കും അല്ലെ. ബട്ട് വെൻ നോ പാർട്ടി ഹാസ് എ ക്ലിയർ മെജോറിറ്റി ഇൻ ലോക്സഭ, then the president may exercise his personal discretion in the selection appointment of the prime minister. അപ്പൊ അങ്ങനെ ഒരു പവറും കൂടി പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റിനെ സെലക്ട് ചെയ്യാം. അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ഭൂരിപക്ഷം ആയിരിക്കും ഇല്ലെങ്കിൽ പ്രസിഡന്റിന് തീരുമാനിക്കാം ആരെ അപ്പോയിന്റ് ചെയ്യണമെന്നുള്ളത്. Okay, in such a situation, the president usually appoints the leader of the largest party or coalition in the Lok Sabha as the prime minister and ask him to seek a vote of confidence in the house within a month. So the president ആണ് അത് elect ചെയ്യുന്നത് prime minister. So he will be electing the leader of the largest party in the ലോക്സഭ. ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ള ലോക്സഭയിലേക്ക് എലക്ട് ചെയ്യപ്പെട്ട പാർട്ടി ഏതാണോ അതിന്റെ ലീഡറിനെ ആയിരിക്കും പ്രൈം മിനിസ്റ്റർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. ബട്ട് സോ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് ആക്ച്വലി? അപ്പോൾ ദ പ്രസിഡന്റ് യൂഷ്വലി അപ്പോയിന്റ് ദ ലീഡർ ഓഫ് ദ ലാർജസ്റ്റ് പാർട്ടി, അല്ലെങ്കിൽ കോalition, അല്ലെങ്കിൽ അറിയാലോ അത് NDA ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ UP ആയിരിക്കും. അതാണ് കോalition എന്ന് പറയുന്നത്, പാർട്ടി അല്ല. ആ ഒരു കുറെ പാർട്ടികൾ ചേർന്നുള്ള ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ കോalition. So in such a situation, the president usually appoints the leader of the largest party or coalition in the Lok Sabha as the prime minister and asks him to seek a vote of confidence in the house within a month. അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ വോട്ട് ഓഫ് കോൺഫിഡൻസ് വോട്ടിംഗ് നടത്തണം സഭയിൽ അല്ലെ. സോ അതനുസരിച്ചിട്ടാണ് പ്രൈം മിനിസ്റ്റർ സെലക്ട് ചെയ്യുന്നത്. There is also one more situation when the president may have to exercise his individual judgment in the selection and appointment of the prime minister. That is, when the prime minister in the office dies suddenly, there is no obvious successor. അപ്പോൾ പ്രൈം മിനിസ്റ്റർ പെട്ടെന്ന് ഇപ്പോൾ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ട് ഉള്ള ഡെത്ത് ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ എന്താണ്, പ്രസിഡന്റിന് വീണ്ടും പുതിയൊരാളെ എലക്ട് ചെയ്യാൻ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരും അല്ലെ, അയാളൊരു സക്സസർ ആയിട്ട്. However, if on the death of an incumbent prime minister, the ruling party elects a new leader, the president has no choice but to appoint him as a prime minister. അപ്പോൾ റൂളിംഗ് പാർട്ടി പുതിയ ലീഡറിനെ അപ്പോയിന്റ് ചെയ്താൽ പ്രസിഡന്റിന് വേറെ ചോയ്സ് ഇല്ല, അയാളെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം. A person who is not a member of either house of parliament can be appointed as a prime minister for 6 months. ആ പോയിന്റും കൂടി നോട്ട് ചെയ്യാം. A person who is not at all a member of either house of parliament, രാജ്യസഭയിലോ ലോക്സഭയിലോ മെമ്പർ ആവാത്ത ഒരാൾക്കും പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാം ബൈ ദ പ്രസിഡന്റ് ഓൺലി ഫോർ എ പീരിയഡ് ഓഫ് 6 months within which he should become a member of either house of parliament, otherwise he ceases to be the prime minister. അപ്പോൾ ഈ രണ്ടിലും മെമ്പർ അല്ലാത്ത ഒരാളെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് നിയോഗിക്കാം, പക്ഷെ 6 മാസത്തിനുള്ളിൽ അയാൾ എന്ത് ചെയ്യണം, ഈ എലക്ട് ചെയ്തിട്ട് ആ മെമ്പറായിട്ട് വന്നിരിക്കണം ഈ ഏതെങ്കിലും സഭകളിൽ. അതർവൈസ് എന്ത് ചെയ്യും, അവിടെ നിന്ന് സ്റ്റോപ്പ് ആവും, പ്രൈം മിനിസ്റ്റർ എന്നില്ല, അത് സ്റ്റോപ്പ് ആവും. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി അപ്പോയിൻമെന്റ് ഓഫ് ദി prime minister. Okay, regarding oath and all, next ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാവരും അറ്റൻഡൻസ് ഒന്ന് പറയണേ.